തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേർന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 21 22 തിരുവചനങ്ങൾ. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യുവിൻ. നമ്മെ തന്നെ പരിശോധിച്ച് നോക്കുക. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുവിൻ. അതിനോട് ചേർന്ന് ധ്യാനിക്കാനായിട്ടുള്ള ഒരു വചനം കൂടെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, പലരും ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് അത് മാറ്റുവാനായിട്ട് എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണമെന്നുള്ള ഓട്ടത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക, എൻ്റെ ഈ പ്രശ്നം മാറാനായിട്ടുള്ള വഴികൾ അറിയുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് ഒരു വലിയൊരു ബോധ്യം നൽകുകയാണ്. പ്രതിസന്ധികളിൽ നീ നിന്നെ തന്നെ പരിശോധിക്കുക. എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുവാനായിട്ട് തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് നിന്നെ പരിശോധിക്കുവാനായി ദൈവം തരുന്ന ഒരു അലാമാണ്, ഒരു മണിമുഴക്കമാണ്. പള്ളിയിൽ മണിമുഴക്കം കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ തിരിച്ചറിയും ദേവാലയത്തിൽ എന്തോ ശുശ്രൂഷയുണ്ട്. ഒരു പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീയും തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, എന്തോ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, എന്നെ പരിശോധിക്കണം. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ കുറവിനെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. കുറവ് കണ്ടെത്താതെ, അത് പരിഹരിക്കാതെ എൻ്റെ പ്രതിസന്ധി മാറ്റാനായിട്ട് നമ്മളിന്ന് ആരുടെ അടുത്തൊക്കെ ഓടിയാലും നമുക്ക് ഉത്തരം കിട്ടില്ല. അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും, പക്ഷെ മാറ്റം ഉണ്ടാവുകയില്ല. പലപ്പോഴും കൗൺസിലിങ്ങിനും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും പ്രാർത്ഥിക്കാനുമായിട്ടൊക്കെ കടന്നു വരുന്നവർ പങ്കുവയ്ക്കുന്ന അവരുടെ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെയാണ്, ഇന്ന പ്രശ്നമാണ്, മകളുടെ വിവാഹം നടക്കുന്നില്ല, വർഷങ്ങളായിട്ട് ആലോചനകൾ തുടങ്ങിയതാണ്, മകനൊരു ജോലി കിട്ടുന്നില്ല, കുടുംബത്തിൽ വല്ലാത്ത തീരാ രോഗമാണ്, ഭാര്യയ്ക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ജോലി കിട്ടിയിട്ടും മകൻ്റെ വിവാഹ തടസ്സം മാറുന്നില്ല. ഇങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞ ചില അനുഭവങ്ങളുമായി വരുമ്പോൾ ആദ്യമൊക്കെ അവരോട് പറയുമായിരുന്നത്, ഇന്ന കുറച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുക, 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, വചനം വായിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒത്തിരി ജപമാലകൾ ചൊല്ലുക. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ, ബോധ്യങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവരോട് പറയാനായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. എന്തോ കുറവുണ്ട്, ആ കുടുംബത്തിലെ ആരുടെയൊക്കെയോ കുറവുകൾ ഈ കുടുംബത്തിലെ നന്മയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. കർത്താവിൽ നിന്ന് കർത്താവ് അയക്കുന്ന കൃപാവരങ്ങൾ, കർത്താവ് അയക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്ന പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് തയ്യാറായാൽ, ആ പ്രതിസന്ധി മാറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. യോനായുടെ ജീവിതത്തിലെ സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. യോനായെ ദൈവം നിനവേ പട്ടണത്തിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞു വിടുകയാണ്. യോന നിനവേ പട്ടണത്തിൽ താമസിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ ദുർനടപ്പുകാരാ. നല്ലത് പറഞ്ഞു കൊടുത്താൽ നല്ലത് പറയുന്നവനെ അടിച്ചു പുറത്താക്കുന്ന ഒരു സ്വഭാവ ജീവിത ശൈലിയായിരുന്നു നിനവേയിലെ ജനങ്ങൾക്ക്. അവരോട് നന്മ പറയാൻ പറ്റുകയില്ല. തിന്മയിൽ മുഴുകി നിൽക്കുന്ന ഒരു ലോകം, തിന്മയിൽ മുഴുകിയ ജീവിതം, മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന ജീവിതം. പെട്ടെന്ന് ദൈവം യോനായോട് പറയുന്നു, നീ നിനവേയിൽ ചെന്നിട്ട് ആ ജനത്തോട് പ്രസംഗിക്കുക, അവരുടെ ചെയ്തികളെക്കുറിച്ച് അവർക്ക് ബോധ്യം കൊടുക്കുക. എന്നാൽ യോന ഭയപ്പെടുകയാണ്. നിനവേയിൽ പോയാൽ തൻ്റെ ജീവന് അത് ഭീഷണിയാകും. അതുകൊണ്ട് യോന നേരെ താർസീസിലേക്ക് പോവുകയാണ്.
താർസിസിലെ കപ്പലിൽ കയറി യാത്ര ചെയ്യാനായിട്ട് താർസിസിലേക്ക് പോകുന്ന ആ ഒരു കപ്പൽ കണ്ടപ്പോൾ നേരെ അതിൽ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ കപ്പൽ യാത്ര കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സമുദ്രത്തിൽ തിരമാലകൾ വർദ്ധിക്കുന്നു, ശക്തമായ കിഴക്കൻ കാറ്റ് വരുന്നു. കാറ്റിൻ്റെ ആധിക്യം മൂലം കപ്പൽ ആടി ഉലയുന്നു. ആദ്യം അവരുടെ തന്നെ വസ്തുക്കളൊക്കെ എറിയാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ടും കാറ്റ് ശമിക്കുന്നില്ല. കൂടുതൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരോരോരുത്തരും തങ്ങളെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുക. കപ്പിത്താനും മറ്റുള്ളവരും വന്നിട്ട് അവനെ തട്ടി ഉണർത്തുന്നുണ്ട്. കാര്യം പ്രതിസന്ധിയാണ്. അവനായിരിക്കുന്ന ഇടങ്ങളിൽ വല്ലാത്ത പ്രതിസന്ധി. അവരോരോരുത്തരും അവരുടെ കുറവുകൾ കണ്ടെത്തി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. യോനായോട് അവർ ചോദിക്കുകയാണ്, എന്താണ്? പെട്ടെന്ന് യോന തൻ്റെ ഈ പ്രതിസന്ധിക്ക് കാരണം തൻ്റെ ജീവിതത്തിലെ കുറവിനെ കണ്ടെത്താനായിട്ട് യോന ശ്രമിക്കുകയാണ്. യോന തിരിച്ചറിയുന്നുണ്ട്, ഈ കപ്പലിലെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള പ്രതിസന്ധിക്ക് കാരണം ഞാൻ തന്നെയാണ്. കാരണം ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ചില നിയോഗങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നും ആ നിയോഗങ്ങൾ പാലിക്കാതെ ആ നിയോഗങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നത് പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് യോന തിരിച്ചറിഞ്ഞ നിമിഷം ആ കപ്പൽ അവരോട് പറയുകയാണ്, ഞാനാണ് പ്രശ്നം, എന്നെ എടുത്ത് കടലിലെറിയുക. എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രതിസന്ധി അവസാനിക്കും. നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. മനസ്സില്ലാതെ അവർ വിഷമിച്ചാണെങ്കിലും അവരുടെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടുവാൻ അവർ യോനായെ കടലിലേക്ക് വലിച്ചെറിയുന്നു. തുടർന്നുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ദൈവം യോനായെ സംരക്ഷിക്കുവാൻ, തീരത്ത് എത്തിക്കുവാൻ ഒരു തിമിംഗലത്തെ ക്രമപ്പെടുത്തി നിർത്തുന്നതും പിന്നെ തിമിംഗലം യോനായെ കടൽ തീരത്ത് കൊണ്ട് ഛർദ്ദിച്ച് അവനെ ഇടുന്നതും ആ തിമിംഗലത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ യോന തൻ്റെ ജീവിതത്തിലെ കുറവുകൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമറിഞ്ഞ് അത് തിരുത്തിക്കൊണ്ട് വീണ്ടും നിനിവയിലേക്ക് ചെന്ന് ധീരതയോടെ പ്രഘോഷണം നടത്തുന്നതും നമ്മൾ യോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കുറവ് കണ്ടെത്താനായിട്ട് ഉള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. കുറവ് കണ്ടെത്തണം. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ചില കുടുംബങ്ങളിലൊക്കെ മക്കളുടെ വിവാഹ തടസ്സത്തിന് കാരണം ഒന്നുകിൽ മാതാപിതാക്കളുടെ സ്നേഹമില്ലായ്മയായിരിക്കാം, ഒന്നുകിൽ മാതാപിതാക്കളുടെ വഴിവിട്ട തെറ്റായ ജീവിത ശൈലികളായിരിക്കാം, കുടുംബനാഥൻ്റെ മദ്യപാനം. ചിലരൊക്കെ മക്കളൊക്കെ പറയും, ഞങ്ങൾ ഒന്നും പാവമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നന്നായിട്ട് മത അനുസരണയോടെ ജീവിച്ച് വളർന്നു, ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചതാണ്, എന്നിട്ടും എന്തേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങൾ? പ്രിയമുള്ളവരെ, കുടുംബത്തിൽ മാതാപിതാക്കൾ നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിനെതിരായ നിലപാടുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ, മക്കളിൽ പ്രതിസന്ധികൾ കടന്നു വരും. ഈ അപ്പനും അമ്മയും മക്കളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരും. അച്ഛനോട് പ്രാർത്ഥിക്കും, അച്ഛാ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല. എന്നാൽ അപ്പൻ ആദ്യം ആത്മാർത്ഥയുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം, എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? എൻ്റെ മദ്യപാനമാണോ എൻ്റെ മകളുടെ വിവാഹ തടസ്സത്തിന് കാരണം? എങ്കിൽ ആ മദ്യപാനം ഉപേക്ഷിക്കുവാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും. നിൻ്റെ മകളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും തകർച്ചകളും നിനക്ക് മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രതിസന്ധികൾ തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിയുവാനും നമ്മുടെ കുറവ് കണ്ടെത്താനും വേണ്ടി ദൈവം അനുവദിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുവാനായിട്ട് ഒരു ഓൺലൈൻ വഴി എൻ്റെ കസിൻ്റെയോട് പറഞ്ഞു ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്കാനിയ, എറണാകുളത്ത് നിന്ന് എത്താനായിട്ടുള്ള ഒരു സ്കാനിയ വണ്ടി ഉണ്ടായിരുന്നു. കോയമ്പത്തൂരേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി എനിക്ക് എറണാകുളത്ത് ഇറങ്ങാം. അപ്പോൾ നെറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവനോട് പറഞ്ഞു. അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ടിക്കറ്റെല്ലാം ഉണ്ട്, അച്ഛൻ്റെ മൊബൈലിൽ ആ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ ആ മെസ്സേജ് വന്നപ്പോൾ ഞാനത് വളരെ സൂക്ഷ്മമായിട്ടൊന്നും നോക്കിയില്ല. കാരണം ആ ദിവസം സാധാരണ ചില അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ ഈ പ്രാവശ്യവും അതേപോലെ കുഴപ്പമില്ല എന്നുള്ള കരുതലോടെ ടിക്കറ്റ് ബുക്ക്ഡായി, ഓക്കെ ആയി. ഞാൻ ആ യാത്രയുടെ ദിവസം അന്ന് വൈകുന്നേരമാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ബസ് എടുക്കുന്ന സമയം. അപ്പോൾ ഞാൻ കരുതിയിരിക്കുന്നത്, കാരണം എനിക്ക്
ബസ് ഒരു 4 മണിക്ക് 4 മണിയോടുകൂടി ട്രിവാൻഡ്രത്ത് നിന്ന് ബസ് എടുക്കും. അപ്പോൾ അവിടെ എത്താം. ഞാൻ 3:30 തന്നെ സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നു. അവർ അയച്ചു തന്ന വാഹനത്തിൻ്റെ ആ നമ്പർ അനുസരിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ വാഹനം വരുന്നില്ല. 5:30 കഴിഞ്ഞിട്ടും വാഹനം വരാതെ വന്നപ്പോൾ ഞാൻ അക്ഷമനായിട്ട് തുടങ്ങി. എന്താണ് ഈ പ്രശ്നം? ടിക്കറ്റൊക്കെ വന്നിട്ടും ഈ KSRTCക്കാർ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരാണ്, ഇവരെന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ അറിയാതെ ആദ്യമൊക്കെ ഒരു വിമർശനാത്മകമായ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഞാൻ നേരെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. 4 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വണ്ടിയാണ്, പക്ഷേ എന്തുകൊണ്ട് വണ്ടി ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ? പെട്ടെന്ന് ആദ്യം അവരും അങ്ങോട്ട് പരിശോധിക്കും. അവർ പറഞ്ഞു വരും വണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. കുറേ സമയം നീളുന്നതനുസരിച്ച് ഞാൻ അസ്വസ്ഥപ്പെടാനായിട്ട് തുടങ്ങി. അല്പം അസ്വസ്ഥത വന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു, എന്നാലും ടിക്കറ്റ് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് മൊബൈലിൽ വന്ന ആ ടിക്കറ്റിൻ്റെ മെസ്സേജ് എടുത്ത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ആ ദിവസം രാവിലെ വെളുപ്പിന് 4 മണിക്ക് പോകുന്ന വാഹനത്തിൻ്റെ ആ സ്കാനിയയുടെ ടിക്കറ്റ് എൻ്റെ എൻ്റെ സഹോദരൻ അവനിങ്ങനെ ബുക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ തന്നെ കുറവാണ്. ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ സംസാരിക്കാനായിട്ട് അവിടെ നിന്നില്ല. അത് തിരുത്തി മറ്റൊരു വാഹനത്തിലേക്ക്, പെട്ടെന്ന് വേറൊരു വാഹനത്തിലേക്ക് കയറി എറണാകുളത്ത് എത്താനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിലപാടെടുത്തു. ഈ ഒരു സംഭവം എന്നിലേക്ക് തന്നെ ഒത്തിരി തിരിച്ചറിവുകൾ നൽകി. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ പരിശോധിക്കാതെ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മൾ പഴിക്കാനായിട്ട് തുടങ്ങും. മക്കൾ പഠനത്തിൽ വിജയിക്കാതെ വരുമ്പോൾ നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തും. നീ പഠിക്കാത്തത് കൊണ്ടാണ്, നീ കുറേ നേരം ഇരുന്ന് വായിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തും. എന്നാൽ ഈ മക്കൾക്ക് അർഹതപ്പെട്ട സ്നേഹവും പരിചരണവും അതുപോലെ തന്നെ അവരെ പ്രാർത്ഥനയിൽ വളർത്തുവാനുമായി ഈ മാതാപിതാക്കൾ താല്പര്യമെടുക്കാറുണ്ടോ? നല്ല മാതൃകകളും ജീവിത സാഹചര്യങ്ങളും മക്കൾക്ക് കൊടുക്കാറുണ്ടോ? അതൊക്കെ നിഷേധിച്ചുകൊണ്ട്, മദ്യപിച്ച് അപ്പൻ വീട്ടിൽ ബഹളം വെച്ചുകൊണ്ട് മക്കളെ പഠിക്കൂ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിന് എങ്ങനെ പഠനത്തിൽ ഉയരാൻ പറ്റും? ആദ്യം ആ കുഞ്ഞിൻ്റെ പ്രതിസന്ധിക്ക് കാരണം അപ്പൻ്റെ മദ്യപാനമാണെങ്കിൽ അപ്പൻ ആദ്യം മദ്യപാനം നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് മക്കളെ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ, ശാസിച്ചാൽ അവരുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ജോഷയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, ആയി പട്ടണത്തിലേക്ക് ജെറീക്കോ കോട്ട ജയിച്ചവർക്ക് ആയി പട്ടണം കീഴടക്കാൻ കഴിയാതെ പോയത് ആഖാൻ്റെ പാപമാണ്. കാരണം പ്രതിസന്ധി വന്നപ്പോൾ അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഈ പ്രതിസന്ധിക്ക് കാരണം ആഖാൻ്റെ പാപമാണ്. പാപം മാറ്റിയപ്പോൾ വീണ്ടും അവർക്ക് ആയി പട്ടണം കീഴടക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രതിസന്ധികളായി, നിനക്ക് നേടേണ്ട പല കാര്യങ്ങളും നിനക്ക് നേടാൻ കഴിയാത്ത വിധം പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ, അതിന് കാരണമായ സാഹചര്യങ്ങളെയും അതിന് കാരണമായ പാപത്തെയും നീ മാറ്റാൻ തയ്യാറായാൽ കർത്താവിൻ്റെ അത്ഭുതം നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. സാംസൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാംസൻ്റെ ജീവിതം കൃപ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ ജീവിതം അവസാനം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അതമ്പതിക്കുകയാണ്. കാരണം സാംസനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം പോലും അവൻ അറിഞ്ഞില്ല. പലപ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയാതെ അതിനെ അവഗണിച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പോലും നമ്മളെ വിട്ടകലുന്നത് നമ്മളറിയാതെ നമ്മൾ വീണ്ടും തകർച്ചകളിലേക്ക് നിപതിക്കാനായിട്ട് കാരണമാകും. ഒരു ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ ഉടനെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 26:2 പറയുന്നത്, സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്: കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ, കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നീ നിന്നെ ഉരച്ചു നോക്കണം. ശരിയായിട്ടുള്ള ഇതാണ്. നമ്മൾ സ്വർണ്ണമൊക്കെ ഒറിജിനൽ സ്വർണ്ണമാണോ എന്നൊക്കെ നോക്കാനായിട്ട് ഉരച്ചു നോക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ, നന്മയുടെ ജീവിതമാണോ എന്ന് ഉരച്ചു നോക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ് നമ്മുടെ പ്രതിസന്ധികൾ. അപ്പോൾ ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ നിന്നെ തന്നെ ഒന്ന് ഉരച്ചു നോക്കാനായിട്ട് കഴിയണം. അതല്ലാതെ നീ നിന്നെ തന്നെ പരിശോധിച്ച് ഉരച്ചു നോക്കാനായിട്ട് മടിച്ചിരുന്നാൽ ആ പ്രതിസന്ധി നിന്നെ വിട്ടുപോകില്ല.
സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനം 23 വാക്യം, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് നമ്മെ തന്നെ പരിശോധിക്കുവാനായി ദൈവം തരുന്ന അവസരങ്ങളാണ്. പള്ളിമണി കേൾക്കുമ്പോൾ പള്ളിയിൽ ശുശ്രൂഷയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്നെ പരിശോധിക്കുവാനായിട്ടുള്ള സമയമാണിതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് തയ്യാറാകണം. നമുക്കറിയാം, നമ്മൾ ഷുഗർ കാരണം ശരീരത്തിന് ക്ഷീണവും തളർച്ചയുമുള്ള വ്യക്തി ചെന്ന് പരിശോധിക്കാനായിട്ട് പോകുമ്പോൾ അവൻ്റെ ബ്ലഡ് പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം ഷുഗർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷുഗറിനുള്ള മെഡിസിൻ മാത്രം എടുത്തതുകൊണ്ട് പോരാ, പരിഹാരം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ മാറ്റാനായിട്ട് തയ്യാറാകണം. മധുരം വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമാകുന്ന പലഹാരങ്ങൾ, മധുര പദാർത്ഥങ്ങൾ അത് മാറ്റിവെക്കണം. പരിശോധിക്കുമ്പോൾ നീ നിൻ്റെ കുറവ് കണ്ടെത്തുമ്പോൾ അത് മാറ്റാനായിട്ട് കഴിയണം. നിൻ്റെ കുടുംബത്തിലെ മക്കളുടെ വിവാഹ തടസ്സത്തിന് കാരണം, അല്ലെങ്കിൽ തൊഴിൽ മേഖലയുടെ തടസ്സത്തിന് കാരണം, അല്ലെങ്കിൽ കുടുംബത്തിലെ സമാധാനമില്ലായ്മയ്ക്ക് കാരണം നിൻ്റെ മദ്യപാനമാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പരിശോധിച്ച് ഉപേക്ഷിക്കുവാനായിട്ടുള്ള തെറ്റ് ഉപേക്ഷിക്കുവാനായിട്ടുള്ള പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കും. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഐശ്വര്യം നഷ്ടപ്പെടുവാൻ കാരണം, പ്രതിസന്ധികൾ ഒന്നിനുമേൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുവാൻ കാരണം, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കുവാൻ തയ്യാറാകാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. പരിശോധിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ അതനുസരിച്ച് തിരുത്തുവാനായിട്ട് തയ്യാറായാൽ പിന്നെ അതിനു മുകളിൽ മറ്റൊരു പ്രതിസന്ധി വരികയില്ല. മറ്റൊരു പ്രതിസന്ധി വരാത്ത വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പലരോടും ചോദിക്കുമ്പോൾ, അച്ഛാ ഒരു പ്രശ്നമല്ല, ഒരു പ്രതിസന്ധിയല്ല, ഒത്തിരിയേറെ പ്രതിസന്ധികളാണ്, ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ്. എന്താ കാരണം? നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാം, ആദ്യം ഒരു ചെറിയ പ്രതിസന്ധിയാണ് വന്നത്, ഒരു ചെറിയ പ്രശ്നമാണ് ആരംഭിച്ചത്. അതാദ്യമേ തിരിച്ചറിഞ്ഞ് അത് മാറ്റി അതിന് പരിഹാരം ചെയ്ത ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുവാൻ നമുക്ക് അത് തടയുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ നമ്മളെ പരിശോധിക്കുവാൻ നമ്മൾ മനസ്സില്ലാത്ത അഹങ്കാര ചിന്ത, എനിക്കൊരു കുഴപ്പമില്ല, മറ്റുള്ളവരിലാണ് കുറവ്, നമ്മെ തന്നെ പരിശോധിക്കേണ്ടതിന് പകരം നമ്മൾ മറ്റുള്ളവരിൽ വിരൽ ചൂണ്ടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നീങ്ങുന്നില്ല. മദ്യപിക്കുന്ന വ്യക്തി കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊളാപ്സ്ഡായിട്ട് വീണു. ആ മനുഷ്യനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കുടുംബം എത്തുകയാണ്. അവിടെ എത്തിച്ചേരുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഹാർട്ട് വളരെ പ്രശ്നമാണ്, വീക്കാണ്, ലിവറിനും പ്രശ്നമുണ്ട്, ഇനി മദ്യപിക്കാനായിട്ട് തയ്യാറാകരുത്, മദ്യപിച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം കൂടും, മദ്യപിക്കരുതെന്ന് പറഞ്ഞു. കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു, മരുന്നൊക്കെ കൊടുത്തു. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ആ വ്യക്തിയെ അല്പം ഒരു ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ഡോക്ടർമാർ അവരുടെ വൈദ്യശാസ്ത്രവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് ആ വ്യക്തി കടന്നെത്തി. ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ ഈ വ്യക്തി വിചാരിക്കും കുഴപ്പമില്ല, അല്പം കൂടെ സാധാരണ ചെയ്യുന്നത് പോലെ വീണ്ടും മദ്യപിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അവൻ്റെ പ്രതിസന്ധി മാറുകയില്ല. ആ പ്രതിസന്ധി കൂടുകയുള്ളൂ, പ്രശ്നം കൂടുകയുള്ളൂ. ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ആ പ്രശ്നം മാറണമെങ്കിൽ ആ പ്രതിസന്ധിക്ക് കാരണമായ തിന്മയെ ഒഴിവാക്കാനായിട്ട് വ്യക്തി തയ്യാറാകണം, ചങ്കൂറ്റം കാണിക്കണം. ചിലർ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. തിന്മയുടെ നേരെയുള്ള ഒരു സ്നേഹവും തിന്മയോടുള്ള ആ ഒരു ചങ്ങാത്തവും പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ഊരി വരാനായിട്ട് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് തിന്മയെ തിന്മയായി കാണണം, തിന്മയെ തിന്മയായി കാണാനും നന്മയെ നന്മയായി കാണുവാനുമുള്ള ഒരു ചങ്കൂറ്റവും ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ ചില രോഗങ്ങൾക്ക് മരുന്ന് മാത്രം കഴിച്ചിട്ട് സൗഖ്യം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രോഗം ഒരു പ്രതിസന്ധിയാണ്. ചില രോഗങ്ങൾ മാറുവാൻ, ആ പ്രതിസന്ധി മാറുവാൻ നീയും ചില നിലപാടെടുക്കണം. നിന്നിലേക്ക് നോക്കണം, ഞാൻ മാറ്റേണ്ടത് എന്താണ്, എൻ്റെ കുറവുകൾ എന്താണ്. പ്രതിസന്ധികളിൽ ചോദിക്കേണ്ട 4 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ഒന്നാമത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാ. ഒരു പ്രതിസന്ധി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവനായിരിക്കുന്ന കുടുംബത്തിൽ, അവനായിരിക്കുന്ന സമൂഹത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം അവനോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഇങ്ങനെ സംഭവിക്കുന്നത്.
രണ്ടാമത്, ഈ പ്രതിസന്ധിയിൽ ഞാൻ എടുക്കേണ്ട നിലപാടെന്താണ്? രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ പ്രതിസന്ധിയിൽ, ഈ നിർണായക ഈ പ്രശ്നത്തിൽ ഞാൻ എടുക്കേണ്ട നിലപാടെന്താണ്? ഈ പ്രതിസന്ധിയിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മൾ മൂന്നാമത് ചോദിക്കേണ്ടതാണ്: ഈ പ്രതിസന്ധിയിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അവസാനം, പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് ഈ പ്രതിസന്ധി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാനായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. അപ്പോൾ പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതങ്ങളെ, മക്കളുടെ പ്രതിസന്ധിയാകാം, മക്കളുടെ പഠന മേഖലകളിലെ പ്രതിസന്ധിയാകാം, മക്കളുടെ തൊഴിൽ മേഖലകളിലെ പ്രതിസന്ധിയാകാം, മക്കളുടെ കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികളാകാം. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഈ ദിനത്തിൽ ദൈവം നിന്നോട് പറയുന്നു, ഈ പ്രതിസന്ധികളെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ, നിൻ്റെ വ്യക്തി ജീവിതത്തെ കരകയറ്റുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നിന്നിലേക്ക് തിരിയുക, നിൻ്റെ കുറവ് കണ്ടെത്തുക. നിൻ്റെ കുറവ് കണ്ടെത്തുക. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി പഠിക്കുവാനായിട്ട് സ്കൂളിലൊക്കെ പോകാനായിട്ട് മടിയായി തുടങ്ങി. അവൾക്ക് കാര്യം അന്വേഷിക്കാൻ തുടങ്ങി. കാര്യം എന്താണ്? വീട്ടുകാരൊക്കെ പറയുന്ന, അച്ഛാ അവൾ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു, ഇപ്പോൾ അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ഇതാണ്, അവൾ പഠനത്തോട് താല്പര്യമില്ല, സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ല, ഒത്തിരിയേറെ വൈകി കിടക്കുന്നു, വൈകി ഉണരുകയാണ്, അതുകൊണ്ട് സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുമായിട്ടിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ പ്രതിസന്ധി അവൾ പിന്നെ കണ്ടെത്താനായിട്ട് തയ്യാറായി. കാരണം എന്താണ്? അവൾ ആഗ്രഹിച്ചത് സയൻസ് ഗ്രൂപ്പായിരുന്നു. അവളുടെ കൂടെയുള്ള കൂട്ടുകാരികൾക്കൊക്കെ മാർക്ക് കുറവായിട്ടും സയൻസ് ഗ്രൂപ്പ് കിട്ടി. ഈ പെൺകുട്ടിക്ക് മാർക്കുണ്ടായിട്ടും സയൻസ് ഗ്രൂപ്പ് കിട്ടിയില്ല, കമ്പ്യൂട്ടറാണ് അവൾക്ക് കിട്ടിയത്. അതോടുകൂടി അവളുടെ മനസ്സിലെ ഉള്ളിൽ ഒരു നിരാശ കയറി. ഇനി എന്ത് ജീവിതം? ഈ സ്കൂളിനോട് താല്പര്യം കുറഞ്ഞു. അങ്ങനെ അവളുടെ ഉള്ളിലെ ഈ ഒരു തെറ്റായ ചിന്ത അവളെ മുന്നോട്ടുള്ള പഠന മേഖലകളിൽ ആ ഒരു പ്രശ്നം പ്രതിസന്ധിയായിട്ട് മാറി. എന്നാൽ അവളുമായി ഇരുന്ന് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾക്ക് ചില ബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ മൈൻഡിനെ ശരിയാക്കി, അവളുടെ കുറവുകളെ മാറ്റാൻ തയ്യാറായി. അതിനേക്കാൾ അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്, അവൾ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടുമായി പരിചയപ്പെട്ടു. രാത്രി 12 മണിക്ക് ഈ ഫേസ്ബുക്കിലിരുന്ന് ചാറ്റിങ്ങാണ്, സംസാരവുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൾക്ക് പഠനത്തിൽ നിന്ന് അകലാനായിട്ടുള്ള അവസരം കാരണമായി. അവളത് തിരിച്ചറിഞ്ഞു. അത് തിരുത്താനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യവും ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളത് മാറ്റാൻ തയ്യാറായപ്പോൾ അവളുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെട്ടു. പഠന മേഖലകൾ ഉയരാനായിട്ട് സാധിച്ചു. സ്കൂളിൽ അവൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് അവൾ എടുത്ത ആ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ അവൾക്ക് ശോഭിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളിലുള്ള കുറവ് കണ്ടെത്തണം. കുറവ് കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഒരു തൊഴിൽ സ്ഥാപനമാകാം. തൊഴിൽ സ്ഥാപനത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാനേജർ യഥാർത്ഥത്തിൽ തൊഴിലാളിയുടെയും അവിടെ ജോലി ചെയ്യുന്നവരിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളിലും ആരോപിക്കാതെ മാനേജറിലേക്ക് തിരിയണം. എന്താണ് പ്രശ്നം? എന്നിലെ കുറവെന്താണ്? തൊഴിലുടമസ്ഥൻ തന്നോട് ചോദിക്കണം, എന്നിലെ കുറവെന്താണ്? തൊഴിലാളികൾ തങ്ങളോട് ചോദിക്കണം, ഈ പ്രതിസന്ധിക്ക് ഞങ്ങളിൽ നിന്ന് വന്ന പ്രശ്നം എന്താണ്? ഇങ്ങനെ ഓരോരുത്തരും നമ്മളോട് തന്നെ ഈ കുറവ് കണ്ടെത്താൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായം 10 മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. കപ്പൽ യാത്രയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പൗലോസ് അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ന് യാത്ര ചെയ്യണ്ട. പക്ഷേ പൗലോസിൻ്റെ വാക്ക് ധിക്കരിച്ച് അവർ യാത്ര ആരംഭിച്ചു. കപ്പൽ അപകടത്തിൽപ്പെടുന്നു, പ്രതിസന്ധിയിലാകുന്നു. അവർ തിരിച്ചറിയുകയാണ്. അപ്പോഴും പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് നമ്മുടെ കുറവുകളെ തിരുത്തുവാനാണ്. അവർ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കരുണയുള്ള ദൈവം ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനം ഒന്ന് ധ്യാനപൂർവ്വം ഭവനത്തിലായിരിക്കുന്നവർ ഒന്ന് വായിക്കുക. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തകർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? നിനക്ക് പ്രത്യാശ നൽകുന്ന ഒരു വചനഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായത്തിലെ സംഭവം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഇന്ന് നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിൻ്റെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിൻ്റെ ചുറ്റുപാടുകളിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മാറ്റുവാൻ നീ നിന്നെ തന്നെ തിരുത്തി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രതിസന്ധികളെ നീക്കി നിൻ്റെ ജീവിതത്തെ, നിൻ്റെ യാത്രയെ സുഗമമാക്കും. ദൈവത്തിൻ്റെ കൃപാവരം അതിനായി നമ്മുടെ ഭവനങ്ങളിൽ ഒഴുകിയിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ,
ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ പഴിക്കാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരിൽ വിരൽ ചൂണ്ടി ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്താത്ത വിധം വീണ്ടും പ്രതിസന്ധികളിൽ അടിമപ്പെടാതിരിക്കുവാൻ, ഞങ്ങളിലെ കുറവ് കണ്ടെത്തുവാനുള്ള ദൈവകൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ചെറിയൊരു പ്രതിസന്ധി പോലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിലുണ്ടാകുന്ന കുറവുകളെ പോലും ഞങ്ങളിലേക്ക് തിരിഞ്ഞ് അതിന് കാരണം കണ്ടെത്തുവാൻ, അത് തിരുത്തി സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും വിശുദ്ധിയുമുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പൊക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.